താരങ്ങളെ എല്ലാവരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ് ഓൾ മൈ സ്റ്റുഡൻസ്. നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ നിന്ന് കളിച്ചവരിൽ പകുതി പേരും അവരുടെ കൗമാരപ്രായത്തിലുള്ളവരായിരിക്കില്ല, അതിൽ മുതിർന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ജോലിയുള്ള ആൾക്കാരുണ്ട്, മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. പക്ഷെ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവരുടെ ഒരു പാഷനെ കൊണ്ടുപോകുന്നതെന്ന് അവരുടെ ഡാൻസ് കാണുമ്പോൾ തന്നെ അറിയാം. ലൈക്ക് മോർ ദാൻ പെർഫെക്ഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ പാഷനേറ്റ് ദേ ആർ അബൌട്ട് ദെയർ ആർട്ട്. അത് അവർ ഓരോരുത്തരും ചെയ്യുന്ന അവരുടെ ഡാൻസിൽ നിന്നും അത് ഇറ്റ്സ് സോ എവിഡൻറ്റ്. ഇപ്പം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, വേറെവർ യു ആർ, എന്ത് ചെയ്താലും ലൈഫിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പാഷനെ നമ്മൾ കയ്യിൽ ഉറുക്ക പിടിക്കണം. അത് നമ്മുടെ പല ഒരു വിധത്തിലുള്ള എല്ലാ എന്താ പറയുക സങ്കടങ്ങളിൽ നിന്നും ടെൻഷൻസിൽ നിന്നൊക്കെ ഒരു മോചനമാണ് നൃത്തം അല്ലെങ്കിൽ സംഗീതം, ഏത് കലയാണെങ്കിലും. അപ്പോൾ എല്ലാവർക്കും സെൻ ഞങ്ങളുടെ നല്ലൊരു എന്താ പറയുക ഒരു അനിയൻ തന്നെയാണ്. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കണം എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ എനിക്കൊരു ഏട്ടനാണുള്ളത്, അപ്പോൾ അതിലൊരു സാധ്യതയില്ല. എന്നാലും എന്തറിയോ, ഇത് തമാശയ്ക്ക് പറയുന്നതല്ല. യു നോ ഹൗ ദ വേൾഡ് ഈസ് ടുഡേ. ഹിസ് പ്രൊഫഷൻ ഈസ് among ladies എന്ന് ഞാൻ പറയുള്ളൂ, ദാൻ ഗേൾസ് ഓർ കിഡ്സ്. പക്ഷെ അവരെല്ലാവരും അവരുടെ ഗുരുവിനെ, ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, ആദ്യം വന്ന് ഫോട്ടോ എടുക്കുന്ന സെഷനെല്ലാം എത്ര എന്താ പറയുക, എത്ര ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടിയിട്ടാണ് അവരുടെ ഗുരുവിനെ ചേർത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ സെൻ അവരുടെ ഓരോ സ്റ്റുഡൻറ്റിനെയും ചേർത്ത് നിർത്തുമ്പോൾ നമുക്കതിലൊക്കെ ബോഡി ലാംഗ്വേജസ് എന്താ പറയുക, ഏറ്റവും ഒരു ഗുരു എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഏറ്റവും എന്താ പറയുക ഒരു ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണല്ലോ സെന്നിനെ പറ്റി ആലോചിക്കുമ്പോൾ. ധൈര്യമായിട്ട് നമുക്ക് പെൺകുട്ടികളെ സെന്നിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വിടാം. സീരിയസ്ലി, ദാറ്റ്സ് എ ബിഗ് തിങ്. ഞാൻ തമാശ പറഞ്ഞതല്ല, അതും ഒരു ഘടകം തന്നെയാണ്. when you send your daughter or wife or sister to a male dancer, male teacher, അതും പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഹി ഈസ് പെർഫെക്റ്റ്. നമുക്ക് ധൈര്യമായിട്ട് സെന്നിൻ്റെ കൂടെ എങ്ങോട്ടൊക്കെ വേണമെങ്കിലും നമ്മളെ കൊണ്ട് നടക്കും. ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അപ്പം അധികം ദീർഘിപ്പിക്കാനില്ല. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനിയും പഠിക്കണം, പെർഫോം ചെയ്യണം. വൺ മോർ തിങ്, നിങ്ങൾ ഡാൻസ് പഠിച്ചാൽ മാത്രം പോരാ, അറ്റ്ലീസ്റ്റ് ഒരു 4-5 സ്റ്റേജെങ്കിലും നമ്മൾ വേദിയിൽ ചെയ്യണം. കാരണം സ്റ്റേജുമായിട്ട് നമ്മൾ എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കണം ആസ് എ പെർഫോമർ. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരുപാട് സഭാകമ്പം ഉണ്ടാവും, ഓഡിയൻസ് മാറിയിട്ടുണ്ടാവും, സ്റ്റേജസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. വേറെവർ യു ആർ, അറ്റ്ലീസ്റ്റ് ഒരു 4-5 സ്റ്റേജെങ്കിലും വർഷത്തിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എല്ലാവർക്കും ആശംസകൾ. സെൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പറയാൻ വാക്കുകളില്ല. ഒത്തിരി സന്തോഷം. ഇവരുടെ പെർഫോമൻസ് എന്താ സാധാരണ ഒരു അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ നമ്മളത് കുട്ടികളാണെങ്കിലും ആ ടീച്ചറാണെങ്കിലും എല്ലാവരും ടെൻഷൻ പിടിച്ച് ഓടി നടന്ന് ആ ഒരു തിരക്കും ബഹളം അങ്ങനെയായിരിക്കും. ഇതങ്ങനെയായിരുന്നില്ല. അവരെല്ലാം എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ നൃത്തം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംജിച്ച് പറഞ്ഞ പോലെ നമ്മുടെ പാഷൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ലോകത്ത് ഒരു കാര്യത്തിനും ഒരു എന്താ പറയുക നമ്മുടെ സ്വത്തിനും തരാൻ പറ്റാത്ത ഒരു സന്തോഷം നമുക്ക് നൃത്തം ചെയ്താൽ കിട്ടും. ആ ഒരു ഹാപ്പിനെസ് നമ്മളിലേക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇവരെല്ലാം ഇന്ന് പെർഫോം ചെയ്യുമ്പോൾ. ഈവൻ കൊച്ചുകുട്ടി മുതൽ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള നർത്തകർ പെർഫോമേഴ്സ് വരെ അവർ എൻജോയിങ് ആൻഡ് ഡൂയിങ്. അപ്പോൾ ആസ് എ ട്രെയിനർ അത് ആ ഗുരു കറക്റ്റായിട്ട് അവരിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല, ഇത്രയും കോർഡിനേഷനോട് കൂടി കുട്ടികളിവിടെ ചെയ്യാന്നുള്ളത്. ഗ്രേറ്റ് എഫേർട്ട്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ് കണ്ടിന്യൂ whatever you're doing with all your wholeheartedly. Do whatever, continue you do. Keep dancing. Okay? And send great congrats. That was amazing. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാവരെയും കാണാൻ. താങ്ക്സ് ടു സമീർ മാഷിയുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റയർ ആയിരുന്നു, കോസ്റ്റ്യൂംസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ
കാര്യങ്ങളിൽ ബിസി ആയിട്ട് കിട്ടുന്ന സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് വരുന്നവരാണ്. ആ ഹാർഡ് വർക്ക് നിങ്ങളുടെ സ്റ്റേജിൽ കാണാനുണ്ടായിരുന്നു. വളരെ നീറ്റായിട്ടാണ് സെൻ ഇവരെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിന് ഒരു വലിയൊരു താങ്ക്സ് ടു സെൻ. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഇന്ന് നമ്മൾ ഈ വേദിയിൽ ഒരു സ്റ്റൈൽ ഓഫ് ഡാൻസ് അല്ല കണ്ടത്. നമ്മളിതിൽ പല കൈനറ്റിക്സ് കണ്ടു. ഭരതനാട്യം ഉണ്ടായിരുന്നു, സെമി ക്ലാസിക്കൽ ഉണ്ടായിരുന്നു, കഥക് ഉണ്ടായിരുന്നു. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു കൈനറ്റിക്സ് തന്നെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. സെന്നോന് 10 മോർ ദാൻ 10 ഡിഫറെൻറ്റ് കൈനറ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അത് ചെയ്യാൻ പറ്റുന്നു, അത് പഠിപ്പിക്കാൻ പറ്റുന്നു, അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നു. അതും ഹാറ്റ്സ് ഓഫ് ടു യു. കീപ് ഓൺ വർക്കിംഗ്, കീപ് ഓൺ പ്രാക്ടീസിങ് ആൻഡ് ജസ്റ്റ് ഫോളോ യുവർ പാഷൻ. ആസ് സിന്ധു ചേച്ചിയും സൗമ്യ ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ പാഷൻ മീൻസ് എ ലോട്ട്. നമ്മൾ ജീവിക്കുകയാണെന്ന് തോന്നും പാഷൻ ഫോളോ ചെയ്യുന്നവർ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇവരെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിലുപരി ഇന്ന് ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു. അപ്പോൾ എനിക്ക് ഇതിലും വലിയൊരു ഗിഫ്റ്റ് ഈ ഇയറിൽ കിട്ടാനില്ല. കാരണം അത്ര ഗംഭീരമായിരുന്നു പ്രോഗ്രാം. എല്ലാ പെർഫോമൻസും എന്താ പറയുക, ഒന്നിനെ ഒന്ന് മികച്ചതായിരുന്നു. കൊച്ചുമക്കൾ തൊട്ട് വലിയ നമ്മളുടെ ബ്യൂട്ടിഫുൾ ലേഡീസ്, എനിക്ക് തോന്നുന്നു കൊച്ചിയിലുള്ള എല്ലാ ബ്യൂട്ടിഫുൾ ലേഡീസ് ഇപ്പോൾ സെൻസ് സ്റ്റുഡിയോയിലും ഉണ്ട്. എല്ലാവരും കാണാൻ നല്ല ഭംഗിയായിരുന്നു. കോസ്റ്റ്യൂം, മേക്കപ്പ്, എസ്പെഷ്യലി പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. രസമായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ എനിക്കിങ്ങനെ എന്താ പറയുക, എൻ്റെ മുമ്പിൽ കുറേ ഐസ്ക്രീം വെച്ചിട്ട് ചോക്ലേറ്റ് വേണോ വാനില വേണോ ഏതാണ് വേണ്ടതെന്ന് ചോദിക്കില്ലേ, അതേപോലെ ഓരോ ഡാൻസും ഓരോ ഫ്ലേവേഴ്സ് ആയിരുന്നു. കഥക് ഉണ്ടായിരുന്നു, ഭരതനാട്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ ഇവിടുത്തെ ലേഡീസ് എല്ലാവരും തന്നെ വർക്കിംഗ് ലേഡീസാണ്. അപ്പോൾ ആ വർക്കിനൊപ്പം, അത് എത്ര പ്രഷറാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ വർക്കിനൊപ്പം നമ്മുടെ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നത് അത് വലിയൊരു എഫേർട്ടാണ്. അതിന് ഗ്രേറ്റ് അപ്ലോസ് ടു ഓൾ ദ ബ്യൂട്ടിഫുൾ ലേഡീസ് ഹിയർ. പ്ലീസ് കണ്ടിന്യൂ യുവർ പാഷൻ. ആൻഡ് കൊച്ചുമക്കൾ നന്നായി ചെയ്തു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. പ്രാക്ടീസ് ചെയ്യണം, സെൻസാർ പറയണതെല്ലാം ഒബേ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയുന്നത് ഡിസിപ്ലിൻ. അത് നമ്മളെല്ലാവരും തന്നെ ശ്രീ കലാമണ്ഡലം ഗോപിനാഥൻ മാഷിൻ്റെ സ്റ്റുഡൻസ് ആണ്. മാഷിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങളത് പഠിച്ചത്. അതായത് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തെ ഒപ്പം തന്നെ നമ്മളൊരു ക്യാരക്ടർ ഫോം ചെയ്യാം. ആ ഒരു ഡിസിപ്ലിൻ, നമ്മൾ സ്റ്റേജ് പ്രസൻസ് ഉണ്ടാവണം. ഇപ്പൊ തന്നെ സെൻ ലാസ്റ്റ് വിളിച്ചപ്പോൾ അവരവിടെ ലൈൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആ ലൈനായിട്ട് കറക്റ്റായിട്ട് വരുന്നു. ഫേസ്റ്റ് തന്നെ ഫോട്ടോ എടുക്കാൻ നേരത്ത് 2 പേര് വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ആ ഒരു ഡിസിപ്ലിൻ ഞാൻ ഇവിടെ കണ്ടു സെൻ. അപ്പോൾ അതിന് വലിയൊരു എന്താ പറയുക, സെന്നിൻ്റെ ആ ഒരു എഫേർട്ട് അതിൽ കാണുന്നുണ്ട്. ഡാൻസ് മാത്രമല്ല, ആ ഒരു ഡിസിപ്ലിനും സെൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. എല്ലാവർക്കും തന്നെ ധൈര്യമായിട്ട് സെൻ സ്റ്റുഡിയോയിലേക്ക് വരാം ഡാൻസ് പഠിക്കാൻ. Once again, congratulations to Sen and me. All the very best. Thank you, Grishma. Thank you, Lakshmi. Thank you, Ditiji. Thank you so much, ചേച്ചി and ഗായത്രി. ഒന്നും മിണ്ടിയില്ല. എൻ്റെ ഇന്നത്തെ താരങ്ങൾ ഞാനൊന്ന് വാക്കി പരിചയപ്പെടുത്താം. സോ ഇവിടെ നിന്ന് തുടങ്ങാം. എലൈസ ചോയ്സ് സ്കൂളിൽ പഠിക്കുകയാണ്. ആരാധ്യ, 2 പേരുടെയും അരങ്ങേറ്റമല്ല ഇത്. എന്നാലും അവർക്ക് ഇന്ന് സ്റ്റേജിൽ കയറി ആദ്യമായിട്ടൊന്ന് പെർഫോം ചെയ്യിപ്പിക്കണം എന്നും അവർക്ക് ചെയ്യണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. സോ ആദ്യം ആരാധ്യ, ആദ്യം ഭയങ്കര കുട്ടി. യെസ്, അമ്മി കഴിഞ്ഞ വർഷം അരങ്ങേറ്റം ചെയ്തതാണ്. ദേവ നെക്സ്റ്റ് പൂജ ഇത്ര ഉള്ളതൊന്നും എനിക്ക് പഠിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കഥക്ക്. ശ്വേത കഴിഞ്ഞ വർഷം പഠിച്ചു തുടങ്ങിയതാണ്, കഴിഞ്ഞ വർഷം അരങ്ങേറ്റം ചെയ്തു, വീണ്ടും ഭരതനാട്യം പഠിക്കുന്നു. സമത ഇസ് ആക്ച്വലി, ഞാൻ ഇംഗ്ലീഷിൽ പറയാം കാരണം പുള്ളിക്കാരിക്കും മനസ്സിലാവാൻ വേണ്ടി. ഷീസ് ഫ്രം മഹാരാഷ്ട്ര ബട്ട് സെറ്റിൽ ഇൻ ബാംഗ്ലൂർ. ഷീസ് ലേണിംഗ് ഭരതനാട്യം ഫ്രം മീ ഓൺലൈൻ, ബട്ട് ഷീസ് ബീൻ ഹിയർ ഫോർ പാസ്റ്റ് 4 days and she's practicing a dedicated dancer, a teacher and a mother. So സമത. യെസ്, നിധി സ്കൂളിൽ പഠിക്കുകയാണ്, ക്യാമ്പയിൻ സ്കൂളിൽ പഠിക്കുന്നു. സംസ്കാരം പഠിക്കുകയാണ്. ആന്യ അരുൺ. ഇന്ദു
കാണുന്ന പോലെയല്ല. ഗോദ്രേജിൽ ഇപ്പോൾ എന്താ ട്രെയിനറായിട്ട് ഗോദ്രേജ് കമ്പനി, ഹെയറിൻ്റെ ഗോദ്രേജ് കമ്പനി ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. സ്വന്തമായിട്ട് സലൂണുണ്ട്, എലാൻസ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് തിരക്കിനിടയിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ഓഫ്ലൈൻ പ്രാക്ടീസിലെത്തിച്ച് ഇവിടെ എത്തിച്ചത്. ഒരുപാട് പേര് ഇനി വരാത്തവരുണ്ട്. ഇതൊക്കെ എത്തിപ്പെട്ടവർ മാത്രമാണ്, ഇനി വരാത്ത ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. സോ ഹിന്ദു, ദിവ്യൻ്റെ നെയ്ബറാണ്. ദിവ്യ ഈ വർഷം പഠിച്ചു തുടങ്ങിയതിനടുത്ത് IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ദിവ്യ. പ്രവീണ, ഡോക്ടർ പ്രവീണ, കലാമണ്ഡലം പ്രഭാകരൻ മാഷിൻ്റെ ഏറ്റവും വലിയ പുത്രി. എൻ്റെ ശിഷ്യ എന്നൊന്ന് ഞാൻ പറയില്ല, എൻ്റെ സീനിയറായിട്ട് എൻ്റെ ഡാൻസ് ക്ലാസ്സിലുണ്ടായിരുന്നതാണ് പ്രവീണ ചേച്ചി. ഇപ്പോൾ ഡാൻസ് കളിക്കണം, പെർഫോം ചെയ്യണം എന്ന് അതിയായ ആഗ്രഹം കൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നല്ലോണം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പ്രവീണ, 2 വാക്ക്. എന്താ പറയണമെന്ന് അറിയില്ല, കാരണം ഇവരെല്ലാവരും പറഞ്ഞതിന് കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ട വാക്കുകൾ തന്നെയാണ് എനിക്കുള്ളത്. ഞാൻ പ്രിപ്പയർഡ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെ ഇവരൊക്കെ പറഞ്ഞ പോലെ ഞാൻ NSS കോളേജ് ചേർത്തലയിലെ എക്കണോമിക്സ് വിഭാഗം അധ്യാപികയാണ്. അപ്പോൾ നല്ല പ്രഷറാണ് ഇപ്പം, പണ്ടത്തെ പോലെയല്ല ടീച്ചിങ്. അപ്പോൾ ആ പ്രഷറിൻ്റെ ഇടയിൽ ഞാൻ സെന്നോട് പറഞ്ഞു, സെന്നെ എനിക്ക് മടുത്തു, എനിക്ക് ഭയങ്കര പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ജോലി കിട്ടാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സെൻ പറഞ്ഞു, ജോലി വേണ്ടെങ്കിൽ വിട്ടിട്ട് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, അത് കുറെ കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയതൊന്നും കളയാൻ പറ്റില്ല, പകരം എനിക്കൊരു ഓൾട്ടർനേറ്റ് പറഞ്ഞാൽ മതി. ഇത് ഞാൻ പറയുമ്പോൾ കൂടെ ചേർക്കുന്നത്, നേരത്തെ ലക്ഷ്മി പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റിയ ഒരു പേരാണ് സെൻ. അപ്പം ഞാൻ അതുപോലെ ഇവരോട് സംസാരിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ സെൻ പറഞ്ഞു, എന്നാൽ പെർഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ പെർഫോം ചെയ്യാനാണെങ്കിലും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഓൺലൈൻ, ഞാൻ ചേർത്തലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരം വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു വാട്സപ്പിൽ എന്നൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, സൗകര്യമുള്ളപ്പോൾ ഇതിലേക്ക് കയറാം, ഞങ്ങളുടെ ടൈമിൽ ഇതാണ്, എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം കിട്ടുമ്പോൾ കയറിക്കൊള്ളുന്നു. അങ്ങനെ കയറി തുടങ്ങിയതാണ്. ആ കയറി തുടങ്ങി പിന്നെ ഞാൻ സെന്നോട് പ്രോഗ്രാം എപ്പോഴാണ്, പ്രോഗ്രാം എപ്പോഴാണെന്ന് ചോദിച്ചു. അങ്ങനെ ദിസ് ഇസ് മൈ സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ വൈകിട്ടൊരു അമ്പലത്തിൽ ചെയ്തു, സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഇനിയും ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ഇവിടെ തന്നെ ഗോപി വസന്തം, ഞങ്ങളുടെ ഗോപി മാഷിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒത്തുകൂടുന്നുണ്ട്. അന്ന് വീണ്ടും ഞാനിത് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി, ഐ എം റിലാക്സ്ഡ്, വളരെ സന്തോഷം. പിന്നെ എല്ലാവരും പറഞ്ഞു തന്നെ ഇവൻ ഞങ്ങളെ മുത്താണ്, ചങ്കയാണെന്നൊക്കെ പറഞ്ഞാൽ നല്ല മിടുക്കനായിട്ടുള്ള നല്ലൊരു അനിയനാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അത് തന്നെയാണല്ലോ വേണ്ടത് ഇപ്പോൾ ഈ കാലത്ത്. സോ താങ്ക് യു സെൻ ആൻഡ് ലവ് യു ലോട്ട്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. താങ്ക് യു പ്രവീണ. നെക്സ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ടീന. ഇനി സ്കൂളിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. യെസ്, താങ്ക് യു. ദെൻ യെസ്, നെക്സ്റ്റ് നമിത ആക്ച്വലി എൻ്റെ ഒപ്പം സ്കൂളിൽ 7th സ്റ്റാൻഡേർഡിലൊക്കെ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. വീണ്ടും ഇതേപോലെ വർക്ക് സ്ട്രെസ് എല്ലാം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് 2 വർഷം സംസാരിച്ച് ലാസ്റ്റ് ക്ലാസ് ജോയിൻ ചെയ്തപ്പോൾ കളിച്ചു തുടങ്ങി. സോ ദാറ്റ് ഇസ് നമിത. ദിസ് ഇസ് ലക്ഷ്മി ഫ്രം ബാംഗ്ലൂർ. ഇവിടെ എറണാകുളം സ്വദേശിയാണ്, പക്ഷേ സെറ്റിൽ ഇൻ ബാംഗ്ലൂർ. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ആളൊരു പാട്ടുകാരി കൂടിയാണ്. എൻ്റെ കച്ചേരിക്ക് പാട്ടെല്ലാം കമ്പോസ് തന്ന ഒരാളും കൂടിയാണ്. അത് വന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആളുടെ വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ സ്റ്റേജാണത്. സോ ലക്ഷ്മി ഫ്രം ബാംഗ്ലൂർ. സോ ഇദ്ദേഹത്തിൻ്റെ മാത്രം ഞാൻ ലാസ്റ്റ് നെയിം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഫിറോസ റിസബാവ. നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞ ആ മഹാനടൻ റിസബാവയുടെ മകളാണ് ഫിറോസ. തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, ക്ലാസ്സിൽ വല്ലപ്പോഴും വന്നെന്ന രീതിയിലുള്ള ഒരാളാണ്. ഒരുപാട് കമ്പനികൾ നോക്കിയെടുക്കുന്നത് തിരക്കേറിയ ബിസിനസ് വുമനാണ്. അപ്പോൾ പുള്ളിക്കാരി സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ക്ലാസ്സിൽ വന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഈ സ്റ്റേജിൽ ഇന്ന് പെർഫോം ചെയ്തത്. സോ കൺഗ്രാറ്റുലേഷൻസ്. അഞ്ജു എന്നത് കുറേ വർഷം ഞാൻ പഠിക്കുന്നു. കഴിഞ്ഞ വർഷം അരങ്ങേറ്റം ചെയ്തു. ആളൊരു പാനിക് ലേഡി എന്നാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ ആളുടെ ട്രാൻസ്ഫോർമേഷൻ ഇസ് അമേസിങ്. പുള്ളിക്കാരി ഇപ്പോൾ ഇസ് വെരി വെരി കാം, വളരെ ഫോക്കസ്ഡ് ആണ്. ആളിപ്പോൾ 3 മക്കളുടെ അമ്മയാണ്. ആ മക്കളും ആ ഭർത്താവും എൻ്റെ സ്റ്റുഡൻസാണ്. അപ്പോൾ ഫാമിലി മൊത്തം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സോ അഞ്ജു, കൺഗ്രാറ്റുലേഷൻസ് സഞ്ജു. രാജി ബാംഗ്ലൂരിൽ നിന്നാണ് കഴിഞ്ഞ വർഷം അരങ്ങേറ്റം ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നിരിക്കുകയാണ്.
ഇവിടെയൊക്കെ ഒരുപാട് ആഴ്ചകൾ ഇവിടെ വീക്കെൻഡൊക്കെ നമ്മളിവിടെ വന്ന് ടിക്കറ്റും ലൈക്ക് ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ എടുത്ത് വന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഓഫ്ലൈനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഹാറ്റ്സ് ഓഫ് ടു യുവർ ഡെഡിക്കേഷൻ. ആ പൈസ ചിലവാക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അത്രയും അവർ മനസ്സറിഞ്ഞ് പാഷന് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻ രാജി. അടുത്തത് ദേവി പണ്ട് മുതൽ ഡാൻസ് പഠിക്കുന്നതാണ്, വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ അടുത്തും സെമി ക്ലാസ്സിൽ പഠിക്കുന്നു. ദേവി കൺഗ്രാറ്റ്സ്. ലക്ഷ്മി കഴിഞ്ഞ വർഷം അരങ്ങേറ്റം ചെയ്തു. അഗെയിൻ ഷീസ് എ ടീച്ചർ, കിൻഡർഗാർട്ടൻ ടീച്ചറാണ്. ബാംഗ്ലൂർ സെറ്റിൽഡാണ്, പക്ഷെ നമ്മുടെ എറണാകുളം എലപ്പള്ളി സ്വദേശിയാണ്. ഷീസ് ഫ്രം ബാംഗ്ലൂർ. രണ്ടാമത്തെ സ്റ്റേജ് എൻ്റെ ഒപ്പം, രണ്ടാമത്തെ കുറേ സ്റ്റേജ് ആയി, ബട്ട് യാ സെൻസ് ഡാൻസ് ആനുവൽ ഡേ രണ്ടാമത്തെ പ്രാവശ്യം. കൺഗ്രാറ്റുലേഷൻസ്. യാ നമ്മുടെ സുഷമ ഒരു സുഷമാസ് കിച്ചണൊക്കെ നടത്തുന്നൊരു ഓൺട്രപ്രോണർ കൂടിയാണ്. അതിഗംഭീരമായ ഫുഡുകളൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു തരും. പ്രാക്ടീസ് സമയത്ത് ഞങ്ങൾ ചിന്തിക്കേണ്ട ആൾ ഫുഡൊക്കെ ആയിട്ടാണ് പ്രാക്ടീസിന് വരുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾക്കൊന്നും ഫുഡിനെ പറ്റി ആലോചിക്കണ്ട. വളരെ റെസ്പോൺസിബിൾ ഞങ്ങളെല്ലാവരും നോക്കുന്ന ഒരാളാണ് സുഷമ. കൺഗ്രാറ്റുലേഷൻസ്. കഥക്കും ചെയ്തു, ആളെ സെമി ക്ലാസിക്കൽ ചെയ്തു. ദിസ് ഇസ് ഷീനയും ഫ്രം ബാംഗ്ലൂർ. അവിടെ സെറ്റിൽഡാണ്, ബട്ട് തിരുവല്ല സ്വദേശം അല്ലേ, കോട്ടയം സ്വദേശിയാണ് ഷീനയും ഇതേപോലെ ഇതിന് വേണ്ടിയായിട്ട് വന്നിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്ന്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ആശ എൻ്റെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഒപ്പം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ബോളിവുഡ് കഥക്കൊക്കെ പഠിച്ചു തുടങ്ങിയതാണ് ആശ എൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പം എൻ്റെ അടുത്തൊരു 4-5 ആർട്ടിഫോം പഠിക്കുന്നുണ്ട്. 4 പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കഥക്കും സെമി ക്ലാസിക്കൽ ചെയ്തു. സെൻസ് ഡാൻസ് സ്റ്റുഡിയോ 2nd ആനുവൽ ഡേ വരുമ്പോൾ സെപ്റ്റംബറിൽ വരുമ്പോൾ അവിടെ വീണ്ടും ബോളിവുഡും ലാറ്റിനൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ആശ കൺഗ്രാറ്റുലേഷൻസ്. ഡോക്ടർ നീതു ഡെന്റിസ്റ്റാണ്. വല്ലപ്പോഴും ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ എന്നും ലേറ്റായി വരുന്ന ഒരാളാണ് നീതുവിൻ്റെ മകളാണ് ആനിയ. പക്ഷേ ആളൊരു വളരെ ഗ്രേസ്ഫുൾ ഡാൻസറാണ്. വരുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാരെ പിടിച്ചു നിൽക്കുന്നത്. ഷീസ് വെരി ടാലൻറ്റഡ്. എൻ്റെ ഒപ്പം സ്കൂളിൽ +1 +2 പഠിച്ചതാണ്. ഹെന്നയുടെ മകളാണ് ദേവ. നീതു ഞങ്ങൾ വിളിക്കും. അമ്മയും മോളും ഇപ്പോൾ 2ാം പ്രാവശ്യമാണ് സ്റ്റേജിൽ ഒന്നിച്ച് പെർഫോം ചെയ്തത്. എന്നെ ഒരു അതിമനോഹരമായ ഒരു ഗ്രേസ്ഫുൾ ആൻഡ് സ്ട്രോങ് ഡാൻസറാണ്. ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. അപ്പോൾ ഹെന്ന കൺഗ്രാറ്റുലേഷൻസ്. ഇവരൊക്കെ മിക്കവരും IT ആണ്. ഞാൻ പ്രതീക്ഷിച്ചതല്ല. യെസ്, ഡോക്ടർ സപ്പോർട്ട് കണ്ടിരുന്നു. വിദ്യയുടെ വീട്ടിലോ അവിടെ അടുത്താണ്. അവിടെ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വിദ്യയുടെ നല്ല മിക്കവരുടെ ഫാമിലി ഈസ് വെരി സപ്പോർട്ടീവ്. വിദ്യയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, രാകേഷ് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയായിട്ട് വന്നിരിക്കുക കാണാനായിട്ട്. അപ്പോൾ ഷീസ് എ കിൻഡർഗാർട്ടൻ ടീച്ചർ, അഗൈൻ സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. ഇവരൊക്കെ എത്ര വീക്കെൻഡ് വന്നു പോയെന്ന് എനിക്ക് തന്നെ കണക്കില്ല. ഇവരെന്നെ പറയാം, സാർ അടുത്ത വീക്കെൻഡ് നമുക്ക് നല്ല സാർ ഫ്രീ ആണോ? ഞങ്ങൾ വന്ന വരികയാണ്, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എത്രയോ വീക്കെൻഡ്സ് വന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അവർക്ക് ഇവരെ എനിക്ക് പേടിക്കാനില്ല. ഇവർ കൃത്യമായിട്ട് ചെയ്തെടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. സോ അതെന്നെ സ്റ്റേജിലും കണ്ടു. കൺഗ്രാറ്റുലേഷൻസ്. തന്നെയാണ് വിദ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് വിദ്യ. അപ്പോൾ എഗെയിൻ സെറ്റിൽ ഇൻ ബാംഗ്ലൂർ, ബട്ട് പത്തനംതിട്ടക്കാരിയാണ്. ഇതേപോലെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. സോ തന്നെയാണ് കൺഗ്രാറ്റുലേഷൻസ്. IT ഫീൽഡാണ്. എഗെയിൻ മദർ ഓഫ് 2. യെസ്, എല്ലാവരും ചെയ്യുന്നത് തന്നെ. സോണിയ ഫ്രഷ്ലി ലാൻഡഡ് ഫ്രം കാനഡ. ഇവിടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കാനഡയിൽ സെറ്റിൽഡ് ആയിരുന്നു. അവർ ഫുൾ ഫാമിലി ആയിട്ട് വീണ്ടും തിരിച്ചു വന്ന് എൻ്റെ കസ്റ്റഡി സമയത്ത് കൃത്യമായിട്ട് എത്തി. പിന്നെ വീണ്ടും നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഒപ്പം കൂടിയിരിക്കുകയാണ്. നമ്മളൊപ്പം ഫുൾ ടൈം ഉണ്ട്. കുറച്ച് കരച്ചിലൊക്കെ തുടക്കത്തിൽ, കാരണം ഷീസ് പെർഫോമിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിത്ത് അസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻസ് ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ് പൊളിച്ചസുണ്ട്. ഓക്കെ, ഞങ്ങളെല്ലാം കൊച്ചമ്മ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റാണ്. ഓർത്തഡോക്സ് പ്രീസ്റ്റാണ്. 2 പിള്ളേരുമുണ്ട്. അപ്പോൾ അവരുടെ കൊച്ചമ്മയാണിത്. അപ്പോൾ സോണിയുടെ അനിയത്തി ഡാലിയ എഗെയിൻ സെറ്റിൽ ഇൻ ചെന്നൈ. അവിടെ നിന്നാണ് ആൾ ഓടി വന്ന് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങളുടെ ഒരു യങ്ങസ്റ്റ് ഇൻ ദ ക്ലാസ്. ഞാനായിരുന്നു പണ്ട് യങ്ങസ്റ്റ് ഇൻ ദ ക്ലാസ്. ഡാലിയ വന്നപ്പം ഡാലിയ യങ്ങസ്റ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഡാലിയ. യെസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സാറ സ്മിത. അഗെയിൻ ചെന്നൈയിൽ ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ. അഗെയിൻ കുറേ വർഷം അതിനടുത്ത് പഠിക്കുന്നു. ഇച്ചിരി നെർവസ് ഒക്കെയാണ് ആൾ. ഇപ്പോഴും തുടക്കത്തിൽ ഞാൻ കണ്ടുപോയ നെർവസ്നെസ്, ബട്ട് വെരി വെൽ ഡൺ. താങ്ക് യു. സോ ഞാൻ ചെറിയൊരു വോട്ട് ഓഫ് താങ്ക്സ് പ്രിപ്പയർ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അതെൻ്റെ ഫോണിനകത്തായി പോയി. അതിപ്പോൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിർത്തിയാന്ന് പറയാം.
ഇന്ന് ഗസ്റ്റായിട്ട് വന്ന ഇന്ദു ചേച്ചി, ലക്ഷ്മി, ഗ്രീഷ്മ, അതുകൂടാതെ ഗായത്രി ചേച്ചി, സ്വാമി ചേച്ചി എല്ലാവരും വന്നു, എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുട്ടികളെ അനുഗ്രഹിച്ചു. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. കൂടാതെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത കലാമണ്ഡപ ഭഗവാൻ മാഷ് എന്നും എനിക്കൊരു സപ്പോർട്ടാണ് നിൽക്കുന്നു. പ്രവീണ തമാശക്കാണെങ്കിലും പറയണ്ടായിരുന്നു സെൻ ഇന്ന് പെർഫോം ചെയ്തല്ലോ മാഷ് ചോദിച്ചു. അപ്പോൾ പ്രവീണ പറഞ്ഞില്ല സെന്നില്ല, ഞങ്ങൾ മാത്രമല്ലോ. അന്ന് ഞാൻ വരുന്നില്ല എന്ന് മാഷ് പറഞ്ഞു കേട്ടു. അപ്പോൾ എത്രയും മാഷിൻ്റെ എത്തുന്നതോട്ട് കാണുന്നതാണ്. ആ ഒരു സപ്പോർട്ട് അനുഗ്രഹം മാഷിൻ്റെ എന്നുണ്ട്. മാഷിന് ഒരുപാട് നന്ദി. പിന്നെ അതുകൂടാതെ നമ്മുടെ ലൈറ്റ് നമുക്ക് വേണ്ടി ചെയ്തത് സുജിത്ത് ടീമാണ്. ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് ഇൻ ടൗൺ. ലൈറ്റിങ് ഒരു രക്ഷയില്ലായിരുന്നില്ല. ഇനി ഞങ്ങളുടെ ജൂലൈ 25th പ്രോഗ്രാമിനും എൻ്റെ സുജിത്താണ് ലൈറ്റിങ് ചെയ്യുന്നത്. ഓസം ടീം, താങ്ക് യു സോ മച്ച്. ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് അർമാൻ ആൻഡ് യദു ഉണ്ട്. യദു എൻ്റെ കോളേജ് ജൂനിയർ ആയിരുന്നു. ഈസ് IT പ്രൊഫഷണൽ, ബട്ട് ഇപ്പോൾ പാഷനായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. അർമാൻ നമ്മുടെ പയ്യനാണ്. ഹീസ് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ നൗ. ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. താങ്ക് യു സോ മച്ച് അർമാൻ. വീഡിയോഗ്രാഫി സുരേഷിൻ്റെ ട്വിൻ ഐസാണ് ചെയ്യുന്നത്. പേര് എനിക്കിപ്പോഴും പഠിച്ചിട്ടില്ല. സുരേഷ് അല്ലെന്ന് വന്നിരിക്കുന്നത്, സുരേഷ് അസിസ്റ്റൻ്റാണ് വന്നിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ വീഡിയോഗ്രാഫി. പിന്നെ സരിത ഞാൻ നേരത്തെ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ലാറ്റിൻ സ്റ്റുഡൻ്റാണ് സരിത ആണ് നമ്മുടെ ഇന്നത്തെ ദിവസം ഫുൾ കോമ്പയർ ചെയ്ത സരിത. താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ വർക്ക്. ലവ് യു ലോട്ട്സ്. യെസ്. പിന്നെ ഷെമിറേട്ടൻ, ഇവരൊക്കെ സുന്ദരികളായിട്ട് ഒരുക്കിയ ഷെമിറേട്ടൻ ആൻഡ് ടീം, സുഭാഷ് ചേട്ടനുണ്ട്, രാകേഷ് ചേട്ടനുണ്ട്, അവരുടെ അസിസ്റ്റൻസ് ഉണ്ട്. അവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവിന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളുമായി അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് സിയാദ്, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യെസ്, ഈ വേദി ഞങ്ങൾക്കായി തന്ന ചങ്ങമ്പുഴ സാംസ്കാരിക സമിതി ഭാരവാഹികൾക്കും സംഘത്തിനും എല്ലാം ഞാൻ നന്ദി പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാവർക്കും. നൃത്താസ്വാദത്തിന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കാണാനായിട്ട്. താങ്ക് യു സോ മച്ച് വന്നതിനും സപ്പോർട്ട് ചെയ്തതിനും. പിന്നെ യെസ്, ഞാൻ വേറെ ആരെയും എനിക്കറിയില്ലെങ്കിൽ വേറെ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം. യെസ്, കൃഷ്ണേന്ദു ആണ് നമ്മുടെ സൗണ്ട് എല്ലാം പ്ലേ ചെയ്ത് കൃത്യമായിട്ട് പാട്ടൊക്കെ പ്ലേ ചെയ്ത് എൻ്റെ സ്റ്റുഡൻ്റാണ്. ഒരു ടീമിൻ്റെ ഒപ്പം ഉള്ളതാണ്. പക്ഷേ കൃഷ്ണേന്ദുവിന് ഇപ്രാവശ്യം പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് എന്നാലും നമ്മളൊപ്പം ഫുൾ ടൈം കൂടെയുണ്ട്. ആളിപ്പോഴും അവിടെ സൗണ്ട് കൺസോളിൽ അവിടെ ഉണ്ട്. യെസ്, ഒന്ന് കൈകൊട്ടിക്കോ. യെസ്, കൃഷ്ണേന്ദു, താങ്ക് യു സോ മച്ച്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങളെ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ഓഡിയൻസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നിങ്ങളൊപ്പം ഉണ്ടാവണം. കൂടാതെ സെൻസ് ഡാൻസ് സ്റ്റുഡിയോയിലെ ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളുടെ എൽപി, അനുരാധ, ശ്രീജ, പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ പേരേക്ക് കാണാം. അപ്പോൾ വന്നതിന് സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു വൺസ് അഗൈൻ.